മാർക്കോ എന്ന സിനിമയുടെ തിക്കിലും തിരക്കിലും പെട്ടിട്ട് പല ആളുകളും കാണാൻ വിട്ടുപോകുന്നൊരു സിനിമയാണ് ഇ.ഡി. എക്സ്ട്രാ ഡീസൻറ്റ്. ഇതൊരു കുഞ്ഞു സിനിമയാണ്. എന്നിരുന്നാൽ കൂടിയും തീർച്ചയായിട്ടും എല്ലാവരും കണ്ടിരിക്കണമെന്ന് എനിക്ക് പേഴ്സണലി ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഡാർക്ക് ഹ്യൂമറാണ് ഈ ഒരു സിനിമ കൈകാര്യം ചെയ്യുന്നത് എങ്കിലും ഇതിൽ ഒരുപാട് മനസ്സിലാക്കിയിരിക്കേണ്ട വിഷയങ്ങൾ ഇവർ ചർച്ച ചെയ്യുന്നുണ്ട്. സുരാജേട്ടൻ്റെ താണ്ഡവമാണ്, സത്യത്തിൽ അതാണ്, സുരാജേട്ടൻ്റെ താണ്ഡവമാണ്. സുരാജ് വെഞ്ഞാറമ്മൂട് എന്ന് പറയുന്ന നടൻ്റെ അഭിനയത്തിലുള്ള പെർഫോമൻസ് നമ്മൾ പലരും കണ്ടിട്ടുണ്ട്. പല വേർഷനായിട്ട് അത് മാറി 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 വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഇമ്പ്രൂവ് ചെയ്തിട്ടാണോ, അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഇത്രയധികം ടാലൻറ്റ് ഉണ്ടോ എന്നൊന്നും അറിയില്ല. വേറെ ഒരു ലെവൽ സുരാജേട്ടനെയാണ് ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് പോകുന്നത്. ഈ ഡി എന്ന് പറയുന്ന ആ ഒരു പേര് എക്സ്ട്രാ ഡീസൻറ്റ് എന്നാണ് അർത്ഥമാക്കുന്നതെങ്കിലും ഡീസൻറ്റേ അല്ലാത്തൊരു സിനിമയാണിത്. എങ്കിലും കൂടെ ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് നല്ല വിഷയങ്ങൾ ഇതിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. പാരൻറ്റിങ് എങ്ങനെയായിരിക്കണം, കുട്ടികളെ മാതാപിതാക്കളുടെ ചില പ്രവർത്തികൾ ഏത് രീതിയിലാണ് ബാധിക്കുക എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇതിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അത് ഈ കാലഘട്ടത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി. അത് മാത്രമല്ല, അത് ഞാൻ പറഞ്ഞല്ലോ, ഒരു ഡാർക്ക് ഹ്യൂമറാണ് ഈ ഒരു സിനിമ കൈകാര്യം ചെയ്യുന്നത്. എങ്കിൽ കൂടിയും നമ്മൾക്ക് ഈ ഒരു സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ചിരിക്കാനുള്ള ഒരുപാട് വകകളുണ്ട്. ബിക്കോസ് സിറ്റുവേഷൻ ബേസ് ആയിട്ടുള്ള ഒരുപാട് കോമഡികൾ ഇതിൽ കയറി വരുന്നുണ്ട്. കോമഡി തന്നെയാണ്, പക്ഷേ സിറ്റുവേഷൻ കുറച്ച് ഡാർക്ക് അതുകൊണ്ട് മാത്രം ചിലപ്പോൾ നമ്മൾക്ക് കോമഡി എന്ന് വിളിച്ച് പറയാൻ കഴിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഉള്ളു തുറന്ന് ചിരിക്കാനായിട്ട് കഴിയും. എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറയുന്ന സിനിമയിലെ പല സ്ഥലത്തും ഞാൻ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു സൈലൻസ് ആണ്. ആ ഒരു സൈലൻസ് ഒരുപാട് കാര്യങ്ങൾ അർത്ഥമാക്കുന്നുണ്ട്. സോ ഈ സൈലൻസ് എന്ന് പറയുന്നത് നമ്മൾക്കും പലതും മനസ്സിലാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു സിനിമ ഒരാളെ മാറ്റിമറിക്കാനൊന്നും പോകുന്നില്ല, നമ്മൾക്ക് പലതും ചിന്തിച്ചെടുത്ത് ആ രീതിയിലേക്ക് ആവാനൊന്നും പോകുന്നില്ല. പക്ഷേ ഇവിടെ സുരാജേട്ടൻ്റെ ഇ.ഡി. എക്സ്ട്രാ ഡീസൻറ്റ് എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണുന്ന സമയത്ത് ഫുള്ളി എൻഗേജ്ഡ് ആയിരിക്കും. നമ്മൾക്ക് നല്ല സന്തോഷം ഉണ്ടാവും. നമ്മൾക്ക് അതുപോലെ തന്നെ ഒരുപാട് മാനസികമായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കയറി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന എൻഗേജിങ് ആയിട്ടുള്ള ഒരു ചെറിയ സിനിമ. ഈ സിനിമയിൽ ഉടനീളം സുരാജേട്ടൻ്റെ താണ്ഡവമാണെന്ന് പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ അഭിനയം കാണാൻ തന്നെ നമ്മൾക്ക് വല്ലാത്തൊരു ഇഷ്ടം തോന്നും കേട്ടോ. അത് ഇപ്പോൾ ഒന്നാമത് ക്ലീൻ ഷേവാണ്, കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ ചില മാനറിസവും അദ്ദേഹത്തിൻ്റെ ചില എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ കാണുന്ന സമയത്ത് നമുക്കത് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. നമുക്ക് നന്നായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. അത്രയ്ക്ക് നല്ല രീതിയിലാണ് സിനിമയെ കൊണ്ടുപോയിരിക്കുന്നത്. ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ പണി അറിയുന്ന ആളുകൾ നല്ല രീതിയിൽ എടുത്തു വെച്ച വളരെ കുഞ്ഞു സിനിമ, എന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല സിനിമ. ഈ അടുത്ത കാലത്ത് വരുന്ന സിനിമകളൊക്കെ ഒരുതരം ഡാർക്ക് ആണല്ലോ. ഡാർക്ക് എന്ന് പറയുമ്പോൾ മറ്റൊന്നും അല്ല, മനുഷ്യരുടെ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് വെളിയിലേക്ക് വരുന്നത്. വെളിയിലേക്ക് പറയുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യർ പലരും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇതൊക്കെ തുറന്നു പറഞ്ഞ് സിനിമ എടുക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടുത്ത കാലത്തായിട്ട് കുറച്ച് ഡാർക്ക് ഹ്യൂമർ സിനിമകളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ടല്ലോ. അതിലൊരു സിനിമയാണ് നമ്മുടെ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. അത് നല്ല രസമല്ലേ? മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് എന്ന സിനിമ യഥാർത്ഥത്തിൽ നമ്മൾ ദൂരെ നിന്ന് നോക്കുകയാണെങ്കിൽ വളരെ സൈലൻ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ്. പക്ഷേ ആ സിനിമ എത്ര എൻഗേജിങ് ആണ്, എന്ത് രസമാണ് കണ്ടിരിക്കാൻ. എന്ത് വലിയൊരു ഡാർക്കായിട്ടുള്ള സബ്ജക്റ്റാണ് അതിൽ സംസാരിക്കുന്നത്, അതിൽ കാണിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, ചിന്തിക്കുന്നത്. പക്ഷേ അത് എൻഗേജിങ് ആണ്, നല്ല കണക്റ്റിംഗ് ആണ്. നമ്മൾക്കത് മനസ്സിലാവും, നല്ല രസം. നമ്മളെയും കൊണ്ട് ആ സിനിമ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. നമ്മൾക്ക് ഓരോ സിനിമയുടെ ഓരോ പാർട്ട് കഴിയും തോറും നമ്മൾക്കതിൽ കൂടുതൽ ഇൻവോൾവ്മെൻറ്റ് ലഭിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ തന്നെയാണ് ഇ.ഡിയും എക്സ്ട്രാ ഡീസൻറ്റും. ഞാൻ പറഞ്ഞ പോലെ എക്സ്ട്രാ ഡീസൻറ്റ് എന്നതൊരു ആക്ഷേപഹാസ്യം പോലെയാണ്. ഇതിൽ ഡീസൻ്റ് അല്ല മൂപ്പര്, പക്ഷേ അതിൻ്റേതായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ, അതെന്തുകൊണ്ടാണ് അങ്ങനെ. ഓക്കെ, സ്നേഹം എന്ന് പറയുന്നത് കൊടുത്താലല്ലേ തിരിച്ചു കിട്ടുള്ളൂ. ആ സൈസ് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഇതിൽ വ്യക്തമായിട്ട്. എന്തുകൊണ്ട് ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നു, ആ ചെയ്യപ്പെടാനുള്ള കാരണം എന്താണ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഈ ഒരു കാലഘട്ടത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസും വളരെ വലുതാണ്. സുരാജ് വെഞ്ഞാറമ്മൂട് ആറാടി തിമിർത്ത ഇ.ഡി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോയിട്ട് കാണാം. നിങ്ങൾക്ക് യാതൊരു നഷ്ടവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങൾ ഒരു റിമൈൻഡർ പോലെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും സാധിക്കും. എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല. എനിക്ക് തോന്നുന്നു പല ആളുകൾക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇത് ദഹിക്കില്ല എന്നും നമുക്ക് പറയാം. എല്ലാ സിനിമകളിലും പറയുമല്ലോ ഇത് എല്ലാവർക്കും പറ്റിയൊരു സിനിമയല്ല എന്നൊക്കെ പറയുമല്ലോ. അതേപോലെ ഇതും നമുക്ക് പറയുകയൊക്കെ ചെയ്യാം. പക്ഷേ എന്നാലും കണ്ടിരിക്കേണ്ട സിനിമയാണ്. എനിക്ക് പേഴ്സണലി നന്നായിട്ട് വർക്കായി, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്.